എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ അതിനു മുമ്പ് എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? അതോ ടെൻഷൻ അടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാണ്ടൊക്കെ ഇരിക്കുകയാണോ? ടെൻഷൻ ഒന്നും വേണ്ട. അതൊക്കെ മാറ്റി വെച്ചേക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കീപ്പ് ഓൺ റിവൈസിങ് കേട്ടോ. പഠിച്ചിട്ടുള്ളത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. എക്സാം ഹാളിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളൂ. അപ്പൊ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു PYQ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോ അതിലെന്തെങ്കിലുമൊക്കെ തെറ്റാണെങ്കിൽ ആ ടോപ്പിക് സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് മുന്നോട്ട് പോവാ ട്ടോ. അങ്ങനെ റിവൈസ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിച്ചുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന 10th ലെവല്, 12th ലെവല്, അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ. അപ്പൊ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. അപ്പൊ അതെങ്ങനെ പഠിക്കണം? അല്ലെങ്കിൽ ഏത് ബുക്ക് നോക്കിയിട്ട് നമ്മൾ പഠിക്കണം? അല്ലെങ്കിൽ നമ്മൾ പലരും യൂട്യൂബ് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാവും. പുസ്തകം വെച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെ? ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പഠിക്കുമ്പോൾ എന്റെ ചുറ്റിനും കുറേ പുസ്തകങ്ങളുണ്ടാവും. എന്നിട്ട് ഇപ്പൊ ഒരു പുസ്തകം ഞാൻ നോക്കി അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടുതൽ ഫാക്ട്സ് കിട്ടാൻ വേണ്ടി അടുത്ത പുസ്തകം നോക്കുക, SCERT നോക്കുക, NCERT നോക്കുക. അങ്ങനെയാണ് എന്റെ ഒരു പഠന രീതി ആയിരുന്നത് കേട്ടോ. കാരണം എനിക്ക് കുറെ പുസ്തകങ്ങൾ കിട്ടിയാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഞാൻ കുറെ പഠിച്ചു എന്നൊക്കെ ഒരു തോന്നല് എനിക്ക് വരുള്ളൂ. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴത്തെ ഒരു ഡിഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അല്ലെ? നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ നമ്മളിതെല്ലാം നോക്കുക, ഇതെല്ലാം നമുക്ക് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ആർത്തിയും കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ആവാണ്. അപ്പൊ ഈ ഒരു അവസരത്തില് എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബുക്ക് പ്രൊമോഷൻ അങ്ങനെ ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര കോൺഫിഡന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ ട്ടോ. അതാണ് മെയിൻ റീസൺ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പുസ്തകം തന്നെയായിരിക്കും. നമ്മുടെ ആറ്റിങ്ങലുള്ള കരിയർ ഗൈഡൻസ് ബ്യൂറോന്റെ പുസ്തകമാണ് കേട്ടോ. അപ്പോ 10th ലെവൽ, 12th ലെവൽ, അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ വെറുതെ സജസ്റ്റ് ചെയ്യല്ല. പലരും ഈ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോ വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം എങ്ങനെയുണ്ട്, ബാക്കിയുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ. തീർച്ചയായിട്ടും നല്ലൊരു പുസ്തകം തന്നെയാണ്. അപ്പൊ ഇനി ഈ ഒരു പുസ്തകം എന്തുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യണു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു PYQ ആണ്. ഒരു PYQ ബേസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. 2024, 2025 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെബ്രുവരി മാസത്തിലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടക്കം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഈ ബുക്കിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ PYQ ബുക്കുകൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസേഴ്സ് ഒക്കെ ബാക്കിലായിരിക്കും. അപ്പൊ ഇതിനകത്ത് അങ്ങനെയല്ല. ഓരോ ക്വസ്റ്റ്യൻ പിന്നെ അതിന്റെ ആൻസർ തൊട്ട് താഴെ, അതും അതിന്റെ ഫോണ്ട് സൈസ് ഒക്കെ നല്ല രസമാണ്. നമുക്ക് വായിക്കാൻ തോന്നും. തീരെ ചെറിയ അക്ഷരങ്ങളൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള അക്ഷരങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് വായിച്ച് ടു ദ പോയിന്റ് ആണ്. ആൻസേഴ്സ് എല്ലാം ടു ദ പോയിന്റ് ആണ്. എക്സ്പ്ലനേഷനും ഉണ്ട് കേട്ടോ. ഇപ്പൊ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ആ ഒരു എക്സ്ട്രാ ഫാക്ട്സുകൾ പഠിച്ചു പോയാൽ മതി. അപ്പൊ ഓരോ ക്വസ്റ്റിനും അതിന്റെ എക്സ്ട്രാ ഫാക്ട്സുകൾ ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള ഫാക്ട്സുകൾ അന്വേഷിച്ച് നമ്മുടെ സമയം കളയേണ്ടതായിട്ട് വരില്ല. ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ സമയ ലാഭം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. ഈ ഒരു പുസ്തകം ഫോളോ ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് ടൈമിനുള്ളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വേഗം കവർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്കിനി ബുക്ക് ഒന്ന് പരിചയപ്പെടാം. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. വാങ്ങുന്നേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കരിയർ ഗൈഡൻസ് ബ്യൂറോന്റെ പുസ്തകം. 2024, 2025 കാലയളവിൽ കേരള PSC നടത്തിയിട്ടുള്ള 10th, 12th ലെവൽ പരീക്ഷകളുടെ അതിവിദഗ്ധ വിശകലനം കേട്ടോ. അപ്പോൾ 2025 എഡിഷൻ ആണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ പരീക്ഷകൾ, വകുപ്പ് തലം, വർഷം, പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പരീക്ഷകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ICDS സൂപ്പർവൈസർ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള എക്സാമിനേഷൻ കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. ICDS സൂപ്പർവൈസർ 2025. പരീക്ഷ തീയതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. 24/2/2025 നടന്നിട്ടുള്ള പരീക്ഷയാണ്. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ പറയാവോ? ലാഹോർ ആണ് അല്ലെ? അപ്പൊ ഇനി ലാഹോറിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ പോയിന്റ്സുകൾ കൊടുത്തേക്കാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ നമുക്ക് വേഗം തന്നെ പഠിച്ചെടുക്കാം. ടൈം പോവില്ല. വേഗം നമുക്ക് റിവൈസ് ചെയ്യാം. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ടൈം തീരെ ഉണ്ടാവില്ല അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ജോലിക്കൊക്കെ പോയിട്ട് വന്ന് പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ് കേട്ടോ. അപ്പൊ നഗരങ്ങളിലെ വായു ഗുണനിലവാര സൂചികയുടെ മൂല്യം കാണിക്കുമ്പോൾ സാധാരണമായിട്ട് പരിഗണിക്കുന്ന
അന്തരീക്ഷ വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അതേപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് ഒക്കെയാണ്. ഇനി ഐക്യു എയർ റിപ്പോർട്ട് 2024 വായു നിലവാരം ഉയർത്തുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന സ്വിസ് കമ്പനിയായിട്ടുള്ള ഐക്യു എയർ 2025 മാർച്ചിൽ പുറത്തുവിട്ട 2024 വായു നിലവാരം സംബന്ധിച്ച റിപ്പോർട്ടിൽ ഏറ്റവും മലിനമായിട്ടുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണ്? ബർണിഹാട്ട് ആണ്. ഓക്കെ, മേഘാലയ ആസാം അതിർത്തിയിലെ വ്യവസായ പട്ടണമാണ്. അപ്പൊ ഇതെല്ലാം എക്സ്ട്രാ പോയിന്റ്സുകളാണ് കേട്ടോ. ഇനി നോക്കിയേ, ഇവിടെ അടുത്തൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഐക്യു എയർ റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തിൽ വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായിട്ടുള്ള തലസ്ഥാന നഗരം ന്യൂഡൽഹി. ഏറ്റവും കൂടുതൽ മലിനവായു ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 5ാം സ്ഥാനം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ 4 സ്ഥാനക്കാർ ഏതൊക്കെയാണ്? റിപ്പബ്ലിക് ഓഫ് ചാഡ് അല്ലെ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ചരലിലൊക്കെ ഒരുപാട് ചാടി കഴിയുമ്പോൾ വായു മലിനീകരണം വരും എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ എക്സ്ട്രാ പോയിന്റുകളാണ്. 2ാം സ്ഥാനം വന്നിട്ടുള്ളത് കോങ്കോ ആണ് ആഫ്രിക്കയിലെ, പിന്നെ ബംഗ്ലാദേശ്, പിന്നെ പാകിസ്ഥാൻ. ഇന്ത്യയുടെ സ്ഥാനം 5ാം സ്ഥാനമാണ്. അപ്പോൾ ഇതേപോലെയുള്ള എക്സ്ട്രാ പോയിന്റ്സുകൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ടോ, ഇതേപോലെ ഓരോ ബോക്സുകളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് റീഡബിൾ ആണ്. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ട്രാ പോയിന്റ്സുകൾ കിട്ടുകയാണ്, റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ വേഗം നമുക്ക് ടോപ്പിക്കുകൾ തീർക്കാൻ പറ്റും. അപ്പൊ ഇതേപോലെയുള്ള 2024-2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ബേസ് ചെയ്തിട്ടുള്ള പുസ്തകമാണ്. ഇതൊരു റാങ്ക് ഫയൽ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം റെക്കമെൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേഗം തന്നെ പുസ്തകം വാങ്ങാം. ഈ ഒരു പുസ്തകം വാങ്ങിയിട്ടുള്ള നമ്മുടെ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, എങ്ങനെയുണ്ട് ഈ പുസ്തകം എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് നമ്മൾ കോഡ് വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കെ അരവിന്ദാക്ഷനാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഓടക്കുഴൽ അരയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ കൃഷ്ണനെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ നമുക്ക് നോക്കാം. കെ അരവിന്ദാക്ഷനെ 2024 ഓടക്കുഴൽ അവാർഡിന് അർഹനാക്കിയിട്ടുള്ള കൃതി ഗോപ എന്ന് പറഞ്ഞിട്ടുള്ള നോവലാണ്. കെ അരവിന്ദാക്ഷന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ സാക്ഷി മൊഴി, ഭോപ്പാൽ, പുതിയ ഗോത്രത്തിന്റെ ഉൽപ്പത്തി, അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കിയേ, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ അവാർഡ് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ്. പ്രഥമ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ബാലകവി MK രാമൻ. കൃതി നാരായണീയം. ഓടക്കുഴൽ അവാർഡ് ജേതാക്കൾക്ക് നൽകുന്ന പുരസ്കാര തുക 30,000 രൂപ. 2022 ഓടക്കുഴൽ അവാർഡ് ജേതാവ് അംബികാസുധൻ മങ്ങാട്. കൃതി പ്രാണവായു. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണനാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ കവിത മാംസഭോജിയാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ എക്സ്ട്രാ പോയിന്റ്സുകൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുകയാണ് കേട്ടോ. അതേപോലെ തന്നെ നീരജ് ചോപ്രനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ, ഒളിമ്പിക്സിൽ ഇന്ത്യ, അങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യനും അതിന്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളും കൂടിയുണ്ട്. അപ്പൊ ഒരു റാങ്ക് ഫയലിന്റെ ഒരു യൂസ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വാങ്ങാം, എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാം. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇതിപ്പോ നമ്മുടെ 10th അതുപോലെ തന്നെ +2 ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള വേറൊരു ചെറിയ പുസ്തകം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതിനാണോ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാം, അല്ലെങ്കിൽ രണ്ടും കൂടിയായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. കോംബോ ഓഫർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക. ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകം തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം, അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുസ്തകം വാങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ബുക്കുകൾ അവൈലബിൾ ആണ്, ബുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. കോംബോ ഓഫർ പോലെ 2 പുസ്തകം കൂടി നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ബുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.